ഇപ്പോൾ ചിന്താ ജെറോം ടെലിഫോൺ ലൈനിലുണ്ട്. ചിന്താ ജെറോം, അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു നാടകം അവതരിപ്പിക്കുമ്പോൾ ആ നാടകത്തിലെ കഥാപാത്രത്തിന് നിരക്കുന്ന വസ്ത്രധാരണം മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറത്ത് ഒരു തരത്തിലുമുള്ള അശ്ലീല ചൊവ്വയും അതിൽ കണ്ടെടുക്കാൻ സാധിക്കില്ല എന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും ഈ കഥാപാത്രത്തിൻ്റെ വസ്ത്രധാരണത്തിനെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്യുന്നത്. ഇതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഭരണകൂട ഭീകരതയ്ക്കെതിരെയുള്ള ഒരു വലിയ സന്ദേശം പറയുന്ന നാടകമാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് യഥാർത്ഥത്തിൽ ഞങ്ങൾ കൊല്ലം ജില്ലാ സമ്മേളനം കടയ്ക്കൽ വെച്ചായിരുന്നു. അപ്പം കൊല്ലം ജില്ലാ സമ്മേളനം കഴിഞ്ഞപ്പോൾ കടയ്ക്കലും ഇതേ നാടകം അവിടെ അവതരിപ്പിക്കുകയും അത് കണ്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം വലിയ തോതിലുള്ള അഭിനന്ദനം കലാകാരന്മാർക്കും അതുപോലെ തന്നെ അണിയറ പ്രവർത്തകർക്കും എല്ലാം അറിയിക്കുകയും ചെയ്തതാണ്. വളരെ കലാമൂല്യമുള്ള അതുപോലെ തന്നെ ചരിത്രപരമായ ഏറെ പ്രാധാന്യമുള്ള ഒരു കാര്യത്തെ ഏറ്റവും മികച്ച കലാസൃഷ്ടിയായി അവതരിപ്പിക്കുന്ന ഒരു നാടകമാണ്. അത് സംസ്ഥാന സമ്മേളന വേദി ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളന വേദിയിൽ അവതരിപ്പിച്ചു. അവിടെ കണ്ടിരുന്ന കാണികൾ വളരെ വലിയ കരഘോഷത്തോടു കൂടിയാണ് അതിനെ സ്വീകരിച്ചത്. എന്നാൽ 2 ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളൊക്കെ സമ്മേളനത്തിന്റെ തിരക്കിലാണ്, നമ്മളങ്ങനെ സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ നോക്കുന്നില്ല. പക്ഷെ നമ്മളെ പല സുഹൃത്തുക്കളും വാട്സപ്പിൽ അയച്ചു തരികയാണ് ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചിട്ട്. അപ്പോഴാണ് ഇത് തുറന്നു നോക്കുമ്പോൾ ആ ദൃശ്യങ്ങളെ എടുത്തൊരു മറ്റ് പല പാട്ടുകളുമായി ചേർത്ത് അതിങ്ങനെ പ്രചരിപ്പിക്കപ്പെടുകയാണ്. ഡിവൈഎഫ്ഐ ആളെ കൂട്ടാൻ വേണ്ടി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നൊക്കെയാണ് അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്ന മ്ലേച്ഛമായ തലക്കെട്ടുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാനും ഡിവൈഎഫ്ഐ പോലെ ഒരു പ്രസ്ഥാനത്തെ അപമാനിക്കാനും അതോടൊപ്പം തന്നെ ആ കലാകാരന്മാരെ അവരുടെ ഒരു ഏറ്റവും വലിയ സൃഷ്ടിയായിട്ട് അവർ അവതരിപ്പിക്കുന്നതാണ്. ആ നായികയെ സംബന്ധിച്ച് അതിലെ കലാപ്രവർത്തകയെ സംബന്ധിച്ച് ആ കുട്ടി ഏറ്റവും മികവുറ്റ അഭിനയമാണ് അതിൽ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഒരു കലാസൃഷ്ടിയെ അതുപോലെ തന്നെ ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ എല്ലാം ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പലരും ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലേക്ക് പ്രചരിപ്പിക്കുന്നു എന്നുള്ളത് ഇതെല്ലാം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നു വരണം. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ മാധ്യമങ്ങൾ ഇതിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് കടന്നു ചെന്നാൽ നമുക്കറിയാം അവിടെ ആരും ആരെയും നിയന്ത്രിക്കുന്നില്ല, ഒരു എഡിറ്റിംഗ് സംവിധാനമില്ല എന്നത് നമുക്കറിയാം. ആർക്കും അവരുടേതായ തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താം. അത് ഏത് മോശമായ ഭാഷയിലാകാം, ഏത് തരത്തിലുള്ള ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാകാം. താങ്കൾ തന്നെ സൂചിപ്പിച്ചു, അതായത് ഈ നാടകത്തിലെ രംഗങ്ങളെ മറ്റു ചില കഥാപാത്രങ്ങളോട് ഉപമിപ്പിച്ചുകൊണ്ട് അതല്ലെങ്കിൽ മറ്റു ചില രംഗങ്ങൾക്ക് സമാനമാകുന്ന തരത്തിലുള്ള പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടൊക്കെയാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം കൈകാര്യം ചെയ്യുന്നതിൽ ഈ സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. അതിന് പൂർണ്ണമായും നമുക്ക് രാഷ്ട്രീയമായൊന്നും കാണാൻ സാധിക്കില്ല. എന്തിനോടും ഏതിനോടും പ്രതികരിക്കുന്ന കുറേയധികം ആളുകൾ, ഈ നിലയിൽ മാത്രം പ്രതികരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഈ വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ കണക്കുകൂട്ടൽ? ഇതൊരു കൃത്യമായ അജണ്ട തയ്യാറാക്കലിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു പ്രചാരണമാണോ? ഇതിന് പിന്നിൽ, ഇത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ ആരെ എന്നാണ് കരുതുന്നത്? ഇത് യഥാർത്ഥത്തിൽ മീഡിയക്കകത്ത് വളരെ വലിയ സാധ്യതകളാണ് നമുക്കുള്ളത്. നമുക്ക് നമ്മുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാം, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. ആ സാധ്യതകളെയൊക്കെ പോസിറ്റീവായി ഉപയോഗിക്കേണ്ടതാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. അതില് പലരെയും അപമാനിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു. ഈ നാടകത്തിന്റെ ദൃശ്യങ്ങളെ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഇപ്പൊ ന്യൂസ് 18 എടുത്ത് ചർച്ച ചെയ്ത് ജനങ്ങളെ അറിയിക്കുന്നത് വലിയ സന്തോഷമുണ്ട്. കാരണം സോഷ്യൽ മീഡിയയിൽ ഇത് സ്ക്രോൾ ചെയ്ത് പോകുന്ന പലരും ഇതിന്റെ സത്യം എന്തെന്ന് അറിയുന്നില്ല. അപ്പൊ ഉറപ്പായും മുഖ്യധാര മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് ജനങ്ങളുടെ അടുത്ത് ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് തീർച്ചയായും ഏറ്റവും നല്ലൊരു പ്രവൃത്തി തന്നെയാണ്. ഞാൻ വ്യക്തിപരമായി ഈ പറയപ്പെടുന്ന വിഷയത്തിൽ ഇരയായ ഒരാളാണ്. കാരണം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു, ഞങ്ങൾ അതിന്റെ സംഘാടനവും മറ്റു തിരക്കുകൾക്കകത്തുമാണ്. അവിടെ ഒരു കലാസൃഷ്ടി അവതരിപ്പിക്കപ്പെടുന്നു, നാടകം അവതരിപ്പിക്കപ്പെടുന്നു. ആ നാടകത്തിന്റെ ദൃശ്യങ്ങൾ എടുത്ത് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അതിനകത്ത് എന്റെ ചിത്രം ഉൾപ്പെടെ ചേർത്ത് വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ച ഒരുപാട് ലിങ്കുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ബോധപൂർവമായി നടക്കുന്ന ശ്രമം പുരോഗമന രാഷ്ട്രീയത്തെ
പ്രത്യയശാസ്ത്രം പറഞ്ഞ് തകർക്കാൻ കഴിയാത്തവർ ഇതുപോലെയുള്ള അതാണ് ഞാൻ തന്ത്രങ്ങൾ ചോദിച്ചത്. ഇതൊരു പ്രയോഗിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ്. രാഷ്ട്രീയമായി രാഷ്ട്രീയ എതിരാളികളാണോ ഇത്തരത്തിൽ പ്രചരിപ്പിക്കുന്നത്? തീർച്ചയായിട്ടും നമുക്ക് ആരാണ് ഇതിന്റെ പിന്നിലെന്നുള്ളതെല്ലാം ഇനി അന്വേഷണം നടന്ന് കണ്ടെത്തേണ്ട കാര്യമാണ്. ഞാൻ മുൻകൂട്ടി ഇന്ന ആളാണ് അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തികളാണ് സംഘടനകളാണെന്ന് ആരോപിക്കുന്നില്ല. പക്ഷേ ആര് ചെയ്തതായാലും ഒട്ടും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. അതിൽ ആ കലാപ്രവർത്തക തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അത് കണ്ടിരുന്ന പ്രേക്ഷകർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതൊരു ചരിത്ര വസ്തുതയാണ് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇതുപോലെ എത്രയെത്രയോ കലാസൃഷ്ടികൾ, നാടകങ്ങൾ, ഇതെല്ലാം കൂടി രൂപപ്പെടുത്തിയെടുത്തതല്ലേ നമ്മുടെ കേരളം. കേരളത്തിന്റെ ഒരു പുരോഗമനം രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ KPSC ആയാലും കാളിദാസ കലാകേന്ദ്രായാലും നാടക പ്രവർത്തകർ, കഥാപ്രസംഗങ്ങൾ, ഇതെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുത്തിയെടുത്തൊരു മണ്ണാണല്ലോ കേരളം. കേരളത്തിന്റെ പുരോഗമന മനസ്സ്, നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തുന്ന മനസ്സ്. അപ്പൊ അതിനെല്ലാം തകർത്തെറിയാൻ കഴിയുന്ന വിധത്തിലേക്ക് ഇതിനകത്തെല്ലാം പുതിയ കാലത്ത് ഇത്തരം ചില പ്രചരണങ്ങൾ നടത്തുന്നു എന്ന് പറയുന്നത് ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തീർച്ചയായും കേരളം തള്ളിക്കളയുന്നു എന്നാണ് എനിക്ക് ഇതിലൊരു കാര്യം കൂടി ഒന്ന് സൂചിപ്പിക്കുന്നത്, ഈ ജോയ് മാത്യുവിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം ഈ വേദിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്, അതായത് നാടക അവതരണത്തെയോ ഒന്നും അദ്ദേഹം എതിർക്കുകയല്ല, അതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെയാണ്: കലാരൂപത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അവതരണത്തിലെ ഔചിത്യമാണ്. രക്തസാക്ഷിത്വം വരിച്ച ഒരാളുടെയും അന്തരിച്ച മറ്റൊരു ഉന്നത നേതാവിൻ്റെയും ചിത്രങ്ങൾക്ക് മുമ്പിൽ നടിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് ട്രോളാൻ അവസരം നൽകുന്നു. മറിച്ച് ഒരു തിരശീല കൊണ്ട് മറിച്ച് ബാക്ക്ഗ്രൗണ്ട് സജ്ജമാക്കിയിരുന്നുവെങ്കിൽ നാടക അവതരണത്തിന് മാറ്റുകൂടിയേനെ എന്നത്. അപ്പോൾ അവിടെ ഒരു ഔചിത്യക്കുറവുണ്ടായിട്ടുണ്ടോ ഈ നാടക അവതരണ വേദി? യെസ്, എന്തായാലും ഈ നാടകം വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിലെ നടിയുടെ നഗ്നതയെക്കുറിച്ചാണ്. അതിലെവിടെയാണ് നഗ്നത വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്ന വിചിത്രമായ ചോദ്യം തന്നെയാണ് ഉയരുന്നത്. എടുത്തു പറയേണ്ടത് പ്രേക്ഷകരോട് സ്നേഹലത റെഡ്ഡി എന്ന നടിയായിരുന്നു, എഴുത്തുകാരിയായിരുന്നു, നർത്തകിയായിരുന്നു. അവർ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവരുടെ കുടുംബാംഗങ്ങളെ കാണാൻ അനുവദിച്ചില്ല, ആവശ്യത്തിന് വസ്ത്രം നൽകിയിരുന്നില്ല, തണുപ്പകറ്റാൻ പറ്റിയിരുന്നില്ല, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ, ഒരു സ്ത്രീയായ സ്നേഹലതയ്ക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും അവസരം നൽകിയിരുന്നില്ല. കുടുംബാംഗങ്ങൾ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷം അതിനു മാത്രം ആയിരുന്നു അവസരം നൽകിയത്. അതായത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കറുത്ത ഏടായി ആണ് പൊതുവിൽ അടിയന്തരാവസ്ഥയെ വിശേഷിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യസമര പോരാട്ട കാലഘട്ടത്തിൽ അന്നത്തെ സ്വാതന്ത്ര്യസമര സേനാനികൾക്ക് എത്രത്തോളം തീക്ഷ്ണമായ തടവറയായിരുന്നോ നേരിടേണ്ടി വന്നത്, അതിന് സമാനമാകുന്ന തരത്തിൽ ആയിരുന്നു ഈ സ്നേഹലത റെഡ്ഡിയും ജയിലിൽ കിടന്നത് എന്നതാണ്. അവരുടെ കുടുംബാംഗങ്ങളെ പോലും കാണാൻ അനുവദിക്കാതെ ഒടുവിൽ ആ സ്ത്രീ അസുഖബാധിതയായിരുന്നു, ജയിൽവാസ സമയത്ത് അങ്ങനെ മരണപ്പെട്ടു പോയിരുന്നു. അതിനെ പ്രമേയമാക്കിക്കൊണ്ട് അവതരിപ്പിച്ച ഒരു നാടകം, ആ നാടകത്തിൽ അവർക്ക് വസ്ത്രം നൽകിയിരുന്നില്ല എന്നതിൻ്റെ ഉൾപ്പെടെയുള്ള തീഷ്ണത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനാണ് ആ നാടകത്തിൻ്റെ കേന്ദ്ര കഥാപാത്രത്തിന് അത്തരത്തിലൊരു വസ്ത്രദാനം നടത്തേണ്ടി വന്നത്. അതിൽ പോലും ലൈംഗിക ചുവയോടുകൂടിയുള്ള പ്രതികരണങ്ങൾ വരുന്നു എന്നത് തീർച്ചയായും സാംസ്കാരിക കേരളത്തിന് അപമാനകരം തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.